ആലോചിച്ചിട്ടല്ല അങ്ങനെ ഒരു സിനിമ ചെയ്യുന്നത്. എല്ലാവരും സിനിമ ചെയ്യുന്നത് ഒരു പ്രോഫിറ്റ് എന്ത് സിനിമ ഹിറ്റായി കോടികൾ ഉണ്ടാക്കണമെന്ന് വിചാരിച്ചിട്ടില്ല. അത് അവരുടെ പോർട്ട്ഫോളിയോ ക്രിയേഷന്റെ ഭാഗമായിട്ട് ചെയ്യുന്നുണ്ട്. അവർ ഒരു സിനിമ എടുക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ട് ചെയ്യുന്ന എത്രയോ പ്രൊഡ്യൂസേഴ്സിനെ എനിക്കറിയാം. എനിക്കറിയാവുന്ന എത്രയോ പ്രൊഡ്യൂസേഴ്സ് NRIs അവര് നിങ്ങൾ എന്നെ കൊണ്ടുവന്ന സിനിമ കാണിക്കും. അപ്പൊ സുഹൃത്തുക്കളുടെ രീതിയിൽ നിങ്ങൾ ഒന്ന് കാണണം. നിങ്ങൾ എന്തിനാ സിനിമ എടുക്കുന്നത്? നിങ്ങൾ ഇത് സീരിയസ് ആയിട്ട് കാണുന്ന പരിപാടിയാണ്. അതൊന്നുമല്ല, ലൈഫിൽ ഒരു പടം എടുക്കണമെന്നൊരു ആഗ്രഹം. അതിനെ ഒരിക്കലും അവര് തന്നെ സിനിമയുടെ റിലീസിന്റെ ഉണ്ടോ പോലും നമുക്കറിയില്ല. അത് ചിലപ്പം എനിക്ക് അങ്ങനെ ഒരുപാട് പേരെ എനിക്കറിയാം. അങ്ങനെ ഒരുപാട് പേരറിയാം. എന്റെ അടുത്ത് വന്ന് അഭിനയിക്കാൻ പറയുന്നവരുണ്ട്. എന്റെ അടുത്ത് ഒരു ആഗ്രഹം കൊണ്ട് എടുത്തതാണ്. എന്നൊക്കെ അതിനെ ഒരിക്കലും ഒരു ഇൻഡസ്ട്രിയുടെ ലോസായിട്ട് കണക്ക് കൂട്ടാൻ പറ്റില്ല. എന്ന് വെച്ചാൽ നമ്മൾ ഓരോരുത്തരും നിങ്ങൾ പ്രോഫിറ്റിന് വേണ്ടിയാണ് എടുത്തത്, അതൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഇറ്റ്സ് എ ക്യാച്ച് 22 സിറ്റുവേഷൻ. അപ്പൊ അതുകൊണ്ട് ഏറ്റവും നല്ല കാര്യം ഒരു ഹാഫ് കുക്ഡ് ആയിട്ടുള്ള കണക്ക് കൊടുക്കാതിരിക്കുക. അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ അത് പെർഫെക്റ്റ് കണക്കായിരിക്കണം. ആ കണക്ക് ഹാഫ് കുക്ഡ് ആയിട്ടുള്ള കണക്ക് കൊടുക്കുമ്പോ നമ്മുടെ ഇൻഡസ്ട്രിയെ ഒരു റോങ് നോട്ടിൽ വെളിയുള്ളത് സത്യമാണ്. ഒരുപാട് ഇൻവെസ്റ്റേഴ്സിന് മലയാളത്തിൽ സക്സസ് റേഷ്യോ കണ്ടിട്ട് അതിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവര് പെട്ടെന്ന് ഇങ്ങനെ ഒരു റോങ് നോട്ട് പോകുമ്പോൾ അവർ ചിലപ്പോൾ ഷൈ ഔട്ട് ചെയ്യാം സാധ്യതയുണ്ട്. അങ്ങനെ പോയിട്ടുണ്ട്. എനിക്ക് അനുഭവമുണ്ട്. അതുകൊണ്ട് ഞാൻ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട് ആസ് എ മെമ്പർ ഓഫ് ദി അസോസിയേഷൻ പടക്കളം എന്ന് പറഞ്ഞ സിനിമയുടെ കണക്ക് ഞാൻ അപ്രൂവ് ചെയ്യാറ്. ബിക്കോസ് എനിക്ക് മാത്രമാണ് അതിന്റെ കണക്കറിയാവുന്നത്. മനുവിന് പോലും അതാണ് മനു ബുക്ക് മൈ ഷോ വെച്ചിട്ടാണ് മനു നോക്കുന്നത്. എനിക്ക് മാത്രമേ അതിന്റെ എക്സാക്ട് ഫിഗർ അറിയാൻ പറ്റുള്ളൂ. ഷൂട്ട് ചെയ്യുന്നതല്ല,